ഗൈസ് മാച്ച് കളിക്കാനും കളിച്ചേക്കാനും മാസ്റ്റർ പ്ലേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് അപ്പോൾ നമ്മളിൽ നിന്ന് വന്നിരിക്കുന്നത് നമ്മളെ സ്റ്റംബിൾ കേസിലെ സ്റ്റംബിൾ കേസിന് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ സ്റ്റംബിൾ കേസിൽ നിങ്ങൾക്ക് അറിയില്ല ഗൈസ് പുതിയ സീസൺ വന്നിട്ടുണ്ട്. കണ്ടോ, സീസൺ 16 അപ്പം ഇന്നലെ മെനിങ്ങാന്ന് കണ്ടാണ് വന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സീസൺ പെട്ടെന്ന് തന്നെ എൻ്റെ ആവും. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ റാങ്കൊക്കെ പോയി ഗൈസ്. ഞാൻ ഇപ്പം വുഡായിരുന്നു, ഇപ്പോൾ കഷ്ടപ്പെട്ട് ബ്രോൺസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് റാങ്ക് പുഷ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം പുതിയ സീസണായിട്ട് റാങ്ക് ഒന്നും ആരും അത്ര പെടുത്ത് കളിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഗൈസ് പ്ലേയേഴ്സ് ആരും ഇല്ല, കണ്ടോ ഗൈസ്. റാങ്കിൽ ഒറ്റ പ്ലേയേഴ്സ് ഇല്ല, ആകെ നമ്മളെ അത്രേ ഉള്ളൂ. പിന്നെ പതുക്കെ കൂടുന്നുണ്ട്, നോക്കാം. ഗൈസ് സ്റ്റാർട്ടായി. ഇപ്പം നമുക്ക് റാങ്ക് ഗെയിംസാണ് കളിക്കാനുള്ളത്. നമുക്കപ്പോൾ റാങ്ക് പുഷ് ചെയ്യാം. ഓക്കെ, ഏത് മാപ്പാണ് വരുന്നത് നോക്കാം. എനിക്കിത് ഹണി ഉണ്ടോ ഗൈസ്, ആ ഒരു ഹണി കോമിൻ്റെ അതാണ് എനിക്ക് ഏറ്റവും എളുപ്പം. പക്ഷെ അത് വരുമോയെന്ന് അറിയത്തില്ല, നോക്കാം. ഇത് ഇത്തിരി പാടാണ് ഗൈസ്. പക്ഷേ ഞാൻ ഇതിൽ കുറച്ച് തവണയൊക്കെ ജയിച്ചിട്ടുണ്ട്. നോക്കാം ജയിക്കാൻ പറ്റുമെന്ന്. ഗൈസ് ഇതില്ല പാടെന്ന് പറയുമ്പോൾ അങ്ങ് ലാസ്റ്റ് 2v2 സിറ്റുവേഷൻ വരുമ്പോഴാണ് ഗൈസ്. 4 പേര് വരുമ്പോഴാണ് ഭയങ്കര പാട്. കാരണം മറ്റേ കുറേ എന്താണ് പറയുക, നമ്മളെ ഗൈസ് ഇതേപോലെ രണ്ടാമത് പ്രാവശ്യം വരും ഗൈസ്. അത് ഒടുക്കത്തെ വേണം ഗൈസ്. ഞാൻ എപ്പോഴും വരും ഗൈസ്. പക്ഷേ TNT വരുമ്പോഴത്തേക്ക് നമ്മൾ ടീമല്ല നമ്മൾ ഓപ്പോണൻസ് ചെയ്യുന്നതിന് അത് പൊട്ടിച്ചളയും. അപ്പോൾ നമ്മൾ മരിച്ചു ഗൈസ്. അയ്യോ, ഓക്കെ ഗൈസ് ഇത് വന്നു. ഇതേ ഗൈസ് ഈ DNA ഉണ്ട്. നമ്മൾ ടീം ചെന്നാൽ പൊട്ടിച്ചളയെന്നോ ഇപ്പോൾ ഇതേ കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഭയങ്കര സിമ്പിളാണ് ഗൈസ്. അയ്യോ, ഗൈസ് ഞാൻ എലിമിനേറ്റ് ആയിപ്പോയി. ജസ്റ്റ് മിസ്സായിരുന്നു ഗൈസ്. നമ്മളെ റൗണ്ട് ഓവറായി. അപ്പം നമുക്ക് 90 XRP കിട്ടി ഗൈസ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ സിൽവർ അടിക്കണം, അതാണ് നമ്മുടെ മെയിൻ ഗോൾ ഗൈസ്. നെക്സ്റ്റ് മാച്ച് സ്റ്റാർട്ടായി. ഇപ്പോൾ നേരത്തെ കളിച്ച പ്ലേയേഴ്സ് വീണ്ടും വരുമെന്നാണ് തോന്നുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ് നമ്മുടെ മാച്ച് സ്റ്റാർട്ടായി, നോക്കാം. ഏത് മാപ്പാണ് വരുന്നതെന്ന് അറിയില്ല. ഗൈസ് നമ്മൾ നേരത്തെ അതേ മാപ്പ് തന്നെയാണ് വീണ്ടും. അപ്പോൾ ഇപ്രാവശ്യം ജയിക്കുമെന്ന് നോക്കാം ഗൈസ്. ഇപ്പം നമുക്ക് പരമാവധി സർവൈവ് ചെയ്യാൻ നോക്കാം. ഓവറായിട്ട് നമുക്ക് ജമ്പ് ചെയ്യണ്ട, അതാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചാവും. ചില എബിലിറ്റി ഉള്ളവരുണ്ട് ഗൈസ്, അതിനാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അടിച്ച് തറയിടാം നമുക്ക്. ഗൈസ് എല്ലാവരും പോകുന്നുണ്ട്, നമുക്ക് പോകണം എങ്ങനെയെങ്കിലും. ഗൈസ് പകുതി പേരിപ്പോൾ ഡെഡാവുന്നു തോന്നുന്നത്. ഇല്ല ഗൈസ് ആരും ഡെഡായില്ല, ഒരുത്തൻ ഡെഡായി ഗൈസ്. സൂക്ഷിച്ചു വേണം ഗൈസ് പോവാൻ. ഇതിപ്പോൾ ഫില്ലാവും ഗൈസ്. ഗൈസ് ഇനി 6 ഇനി ഒരു 5 പേരും കൂടെ എലിമിനേറ്റ്, അല്ല ഗൈസ് 4 പേരും കൂടെ എലിമിനേറ്റ് ആവുന്നുണ്ട്. ഗൈസ് ഇനി ഒരു 3 പേരും കൂടെ, ഇനി ഒരു 2 പേരും കൂടെ മതി ഗൈസ്. നമ്മൾ 3 പേരും കൂടെ ഇനിയുള്ളൂ. ഈ ഗൈസ് നമ്മൾ ക്വാളിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളാണ് ഗൈസ് ഈ റൗണ്ടിലെ വിന്നർ എന്ന് തോന്നുന്നു. അത് നമ്മൾ തന്നെയാണ് ഈ റൗണ്ടിലെ വിന്നർ. അപ്പോൾ നമുക്ക് ഒരു 100 XRP കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം മാച്ച് ജയിക്കുമ്പോൾ 100 RP കിട്ടില്ലേ. ഓക്കെ ഗൈസ് 100 RP കിട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ് നമ്മളെ ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ആയി. ഇനി 2 ലെവലും കൂടി ഉണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് സിൽവറിലേക്ക് റാങ്ക് പുഷ് ആവാം. നമ്മൾ നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ടായി ഗൈസ്.
പ്ലേയേഴ്സ് ആരും വരുന്നില്ല, കുറേ നേരമായിട്ട് നോക്കുന്നു. ഒന്നും കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ടൂർണമെൻറ്റ് പോകാം ഗൈസ്. കാരണം ടൂർണമെൻറ്റിലാണ് ഒത്തിരി പ്ലേയേഴ്സ് വരുന്നത്. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഓക്കെ, നമ്മുടെ മാച്ച് സ്റ്റാർട്ടായി ഗൈസ്. അപ്പം നമുക്ക് ഏത് മാപ്പാണ് കിട്ടുന്നത് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ഒരു മാപ്പാണ് കിട്ടിയത് ഗൈസ്. ഈ മാപ്പിൽ ഞാൻ എപ്പോഴും തോന്നും ഗൈസ്, ഒരു 2-3 വർഷം അങ്ങനെ ജയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത് ലേസർ ഇല്ലാത്ത ക്ലാസിക് ആയിരുന്നെങ്കിലും ഞാൻ ജയിക്കുമായിരുന്നു ഗൈസ്. ഭയങ്കര പാടാണ് ഗൈസ്. ഗൈസ് തൊട്ട് ജസ്റ്റ് മിസ്. ഗൈസ് ഞാൻ പറഞ്ഞ ഗൈസ്, എനിക്ക് ഈ റൗണ്ട് ജയിച്ചിരിക്കാൻ പറ്റൂല ഗൈസ്. പെട്ടെന്ന് ഞാൻ തോറ്റു. നമുക്ക് നോക്കാം. ഈ റൗണ്ട് നമ്മൾ തോറ്റു. എന്നാലും 50 RP ഉണ്ട് ഗൈസ്. 1800 RP ഉണ്ടെങ്കിൽ നമുക്ക് സിൽവർ എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ നോക്കാം ഗൈസ്. അപ്പോൾ ഈ റൗണ്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് നമ്മളെ പ്രോ പ്ലെയർ മോഡ് ആക്ടിവേറ്റ് ചെയ്യാം ഗൈസ്. നമുക്ക് ഈ റൗണ്ട് എങ്ങനെയും പിടിക്കണം. നമ്മൾ ഹാക്കറായി ഗൈസ്. ഈ റൗണ്ട് നമ്മൾ വിട്ടുകൊടുക്കില്ല ഗൈസ്. നമ്മൾ പ്രോ പ്ലെയർ ആയി ഗൈസ്. ഗൈസ് അയ്യോ, ഗൈസ് 7 പേര് ഡെഡായോ ഗൈസ്. നമ്മൾ ഡെഡ് ആവത്തില്ല എന്തായാലും. ഗൈസ് പ്രോ പ്ലെയർ മോഡൊക്കെ പോയി, നമ്മൾ ഡെഡായി പോയി ഗൈസ്. നമ്മൾ വിന്നർ വന്നെന്ന് തോന്നുന്നു. വിന്നറായിരുന്നു കണ്ടില്ല, നമ്മൾ ബാക്ക് അടിച്ചു കൊടുത്തു. ഇപ്പോൾ 65 XP കിട്ടി, സോറി RP കിട്ടി. അപ്പം നമുക്ക് തൽക്കാലം ടൂർണമെൻറ്റ് പോയി നോക്കാം ഗൈസ്. ടൂർണമെൻറ്റ് നല്ലതായിരുന്നു ഒന്ന് നോക്കാം. റിവാർഡ്സ് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഈവൻ്റ് നോക്കാം ഗൈസ്. ഈവൻ്റ് ഞാൻ രാവിലെ നോക്കിയായിരുന്നു, നല്ലതൊന്നുമില്ല. ടൂർണമെൻറ്റ് പോവാം. അതിൻ്റെ 35 ചെമ്മേ ഉള്ളൂ, കുഴപ്പമില്ല, പോയി നോക്കാം. പ്ലേയേഴ്സ് ചിലപ്പോഴേ കാണത്തുള്ളൂ. അൺറാങ്ക്ഡ് ഗെയിം ആണെങ്കിൽ 24 പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സർവൈവ് ചെയ്യാൻ പറ്റും. ടൂർണമെൻറ്റ് സ്റ്റാർട്ടായി. നമുക്ക് ടൂർണമെൻറ്റ് എങ്ങനെയാണ് നോക്കാൻ പിടിച്ചിരിക്കുന്നത് ഗൈസ്. അത് ഇത് തന്നെ വീണ്ടും വന്ന ഗൈസ്. ഞാൻ തോറ്റെന്നാണ് തോന്നുന്നത്. അതല്ല, ഇത് മറ്റേ ലേസറിൻ്റെ ആണെന്ന് തോന്നുന്നു. വീണ്ടും നമ്മൾ പിടിച്ച് നിൽക്കും ഗൈസ്. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിൻ്റെ എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവർ തോപ്പിക്കും. കൊറോണ ഡെഡായി. 5 പേര് ഡെഡായി ഗൈസ്. 2 പേരും കൂടി ഡെഡായി നമ്മൾ ജയിക്കുന്നതാണ് ഗൈസ്. കുറേ ഓക്കെ ഗൈസ്, നമ്മൾ ക്വാളിഫൈ ആയി. നമ്മൾ 1 2 3 4 5 6 7 പേര് ക്വാളിഫൈ ആയിട്ടുണ്ട്. ഇപ്പോൾ 8 പേര് ഔട്ടായെന്ന് തോന്നുന്നു. ഗൈസ് നമ്മൾ 8 പേരാണ് ക്വാളിഫൈ ആയത്. ഇപ്പോൾ 16 പേരാണ് മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ പകുതിയും നമ്മൾ ടീമായിട്ട് കളിക്കുന്ന ഗെയിമാണ് ഗൈസ്. ഇനി 2 റൗണ്ട് ഇതാണെന്ന് എനിക്കറിയാം. കാരണം നമ്മളെ ടൂർണമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജിൽ മാപ്പിൽ ഇതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. പ്ലാറ്റിനം പ്ലേയേഴ്സ് സിൽവർ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാത്രമേ ഏറ്റവും അൺറാങ്ക്ഡ് ആയിട്ടുള്ള പ്ലെയറാണെന്ന് തോന്നുന്നു ഗൈസ്. കുറേ എബിലിറ്റി ഉള്ളവന്മാരുള്ളതുകൊണ്ട് വയ്യ ഗൈസ്. നമുക്ക് എന്തെങ്കിലും അൺലോക്ക് ചെയ്യണം ഗൈസ്. എന്നിട്ട് എല്ലാത്തിനും കൊടുക്കും ഗൈസ്. നമ്മൾ ക്വാളിഫൈ 4 പേര് ഔട്ടായി. അപ്പോൾ ബാക്കിന് 4 പേര് അത്രേ ഉള്ളൂ ഗൈസ്. ഇതിലിപ്പോൾ നമ്മുടെ കൂടെ 2 റാങ്ക്ഡായിട്ടുള്ള പ്ലേയേഴ്സും പിന്നെ ഒരുത്തനും ഉണ്ട് ഗൈസ്. അവൻ്റെ റാങ്ക് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്കിനി അടുത്ത മാപ്പ് ചെയ്യാൻ നോക്കാം. അത് തന്നെയാണ് ഗൈസ്, വീണ്ടും അതേ മാപ്പ് തന്നെ ആയിരിക്കും ഗൈസ്. ഇതിലെങ്ങനെ പിടിച്ചിരിക്കണം ഗൈസ്. കാരണം ആ എബിലിറ്റി ഉള്ളവന്മാർ ഇതിലുണ്ടെന്നാണ് തോന്നുന്നത്. ഇതിൽ ഏതോ ഒരുത്തനാണ് എബിലിറ്റി ഉള്ളവൻ. കുറച്ച് മാറി നിൽക്കാം ഗൈസ്. എവൻ്റെയിലാണെന്ന് തോന്നുന്നു ഗൈസ് ആ എബിലിറ്റി ഉള്ളവൻ. കണ്ട തന്നെ എവനാണ് ഗൈസ്. കുറച്ച് സൂക്ഷിച്ചൊക്കെ കളിക്കണം. ഗൈസ് ഒരുത്ത ഔട്ടായി. ഇതായി എവൻ നമ്മൾ മാത്രമേ ഉള്ളൂ ഗൈസ്. അവനും ഔട്ടായി ഗൈസ്. ഗൈസ് ജസ്റ്റ് മിസ് ഗൈസ്. ഇപ്പം ഔട്ടായേനെ.
സേവ അതിൻ്റെ പുറകെ തന്നെ ഉണ്ട് ഗൈസ്. നമുക്കതിനെ തള്ളിയിടാൻ നോക്കാം. നമുക്ക് എവിടെ പിടി കൊടുക്കണ്ട ഗൈസ്. അവൻ ചിലപ്പോൾ നമ്മൾ അടിച്ചിടാൻ സാധ്യതയുണ്ട്. ഗൈസ് നമ്മളെങ്ങനെ എലിമിനേറ്റ് ആയത്? എന്താവട്ടെ ഗൈസ്, നമ്മളങ്ങനെ എലിമിനേറ്റ് ആയിപ്പോയി. എന്തായാലും നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടൂർണമെൻറ്റിന് 20 ജെമ്മ് കിട്ടി ഗൈസ്. കുഴപ്പമില്ല, നമ്മൾ ചിലവാക്കിയ ജെമ്മ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്സിൽ എന്തോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താ കിട്ടിയിരിക്കണമെന്ന് നോക്കാം. നമുക്ക് 120 സ്റ്റംബിൾ കോയിൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഗൈസ് മിഷൻസ് നമ്മൾ കുറച്ച് ക്ലെയിം ചെയ്യാനുണ്ട്. അത് നമുക്ക് ക്ലെയിം ചെയ്തിട്ട് വരാം. ഗൈസ് നമുക്ക് നമ്മളെ ഫുഡ് സ്റ്റെപ്സ്. ഓക്കെ ഗൈസ് നമുക്കൊന്ന് ഫുഡ് സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്കത് പോയിട്ട് അൺലോക്ക് ചെയ്യാം. ഗൈസ് നമ്മുടെ പാസ് 9 ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ 10 ആയി ഗൈസ് നമ്മളെ പാസ്. നമുക്കപ്പോൾ ഒരു ഫുഡ് സ്റ്റെപ്പ് കിട്ടി. നമുക്കത് പോയിട്ട് ഒന്ന് അൺലോക്ക് അല്ല നമുക്കത് നോക്കാം. ഇത് കൊള്ളാമെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഇത് ഇട്ട് നോക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം ടൂർണമെൻറ്റ് കളിക്കണ്ട. നമുക്ക് അൺറാങ്ക്ഡ് ഗെയിം കളിക്കാം ഗൈസ്. അതാണ് ഇത്തിരി ഒരു 24 പ്ലേയേഴ്സ് കാണും. അപ്പോൾ അത് കളിക്കാൻ കുറേ പേര് വരും ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ അൺറാങ്ക്ഡ് ഗെയിംസ് എടുക്കുന്നത്. ഇതാകുമ്പോൾ ഇത്തിരി ലാഗ് അടിക്കുന്നതുകൊണ്ട് നമുക്ക് ബോറടിക്കത്തില്ല, പെട്ടെന്ന് തീരത്തില്ല. ഇതും ടൂർണമെൻ്റ് ആണ്. 4 റൗണ്ട്സ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ ഫസ്റ്റ് ഈ മാപ്പ് എനിക്ക് ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ഈ മാപ്പിൽ കളിച്ചിട്ടില്ല. ഗൈസ് കളിച്ചിട്ടുണ്ട്. നമുക്കൊരു എബിലിറ്റി എടുക്കാൻ പറ്റും ഗൈസ് ഇതിൽ. പക്ഷേ അത് നമുക്ക് കിട്ടിയില്ല ഗൈസ്. ഇതിൽ കുറേ എണ്ണം ഉണ്ട് ഗൈസ്. അതുകൊണ്ടാണ് നമുക്ക് കളിക്കാൻ എത്ര പാട്. നമുക്കൊരു എബിലിറ്റി കിട്ടി. ഗൈസ് ഇവിടെ പെട്ട ഒടുക്കത്തെ അവസ്ഥയാണ് ഗൈസ്. നമുക്ക് സ്പീഡിന് പോകാൻ നോക്കാം ഗൈസ്. നമ്മളെ കാല് അയ്യോ ഗൈസ്, ഞാൻ ആ മരത്തിൻ്റെ ഫുഡ് സ്റ്റെപ്സ് അൺലോക്ക് ചെയ്യാൻ പറഞ്ഞു ഗൈസ്. നമ്മൾ ആദ്യം ഇട്ടുന്നതാണ് ഇപ്പരും. സാരമില്ല, നമുക്ക് ഗൈസ് 4 പേര് 6 പേര് ക്വാളിഫൈ ആയി. നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 10 പേര് ക്വാളിഫൈ ഗൈസ്. തോറ്റ് ഗൈസ്. നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഔട്ടായി ഗൈസ്. സോറി. പക്ഷെ ഞാനവിടെ കുറേ ക്യാമ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് ക്വാളിഫൈ ആവായിരുന്നു. അതായത് നമ്മൾ ഔട്ടായി ഗൈസ്. സാരമില്ല, അൺറാങ്ക്ഡ് ഗെയിംസ് അല്ലേ, നമുക്ക് മൈനസും കിട്ടത്തില്ല ഗൈസ്. നമുക്ക് ഈവൻറ്റ് പോയി നോക്കാം ഗൈസ്. നല്ല ഈവൻറ്റ് ഒന്നുമില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഇത് പോയി നോക്കാം. ഇത് നല്ല ഈവൻ്റാന്ന് തോന്നുന്നു. ഫസ്റ്റ് കിടക്കുന്നില്ല, നമുക്കും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം 4 പ്ലേയേഴ്സ് ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു. 2v2 ആണെന്ന് തോന്നുന്നു ഗൈസ്. നോക്കാം. ഇതേ ഗൈസ് 2v2 ആണെന്ന് തോന്നുന്നു. കേസ് 2v2 ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളത് ഏതോ റെഡാണ് ഗൈസ്. ആരാണെന്ന് അറിയില്ല. ഒരു ഫ്ലാഷ് ഐക്കി ബോയാണ് ഗൈസ് നമ്മുടെ കൂടെ ഉള്ളത് ഗൈസ്. ഏവന്മാരും എബിലിറ്റി ഉള്ളവന്മാരാണ് ഗൈസ്. അപ്പം നമുക്ക് സൂക്ഷിച്ചൊക്കെ നിൽക്കണം. അയ്യോ, എൻ്റെ ടീമിനെ അടിച്ച് കളഞ്ഞ ഗൈസ്. ടീം എലിമിനേഷൻ ഒന്നുപോലെ ആയിട്ടില്ല. എടാ നമ്മൾ ടീം തന്നെ നമ്മളാ. ഓക്കെ ഗൈസ്, മറ്റവൻ നമ്മൾ അടിച്ച് കളയാൻ നോക്കിയിട്ടുണ്ട്. ഗൈസ് നമ്മൾ ഔട്ടായി ഗൈസ്. നമ്മളെ ടീം ആദ്യം പോയി ഔട്ടായി ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ അത്രയും നല്ലോണം കളിക്കുന്നുള്ളൂ. 200 XP കിട്ടി, കുഴപ്പമില്ല. അപ്പം എന്തോ ഒരു ഗിഫ്റ്റ് കിട്ടി. എന്താ നോക്കാം.
50 കോയിനാണ് ഗൈസ്. അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യണം, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ഒന്നും നമുക്ക് ഒരു കളിയും ചെയ്യണം. നമ്മൾ ടീമില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മളെങ്ങനെയും ചെയ്യും ഗൈസ്. ഗൈസ് എനിക്ക് തോന്നുന്നു ആ മാപ്പിന് വീണ്ടും കിട്ടുമെന്ന്, കാരണം അതൊരു പെർമനൻറ്റ് മാപ്പാണെന്ന് തോന്നുന്നു. കാരണം ടീമായിട്ട് കളിക്കാൻ വേണ്ട മാപ്പ് അതും അത്രേ ഉള്ളൂ. അപ്പോൾ അതായിരിക്കും നമുക്ക് വീണ്ടും കിട്ടുന്നത് ഗൈസ്. ഇത് വേറെന്തോണല്ലോ, തിരി എന്തോ ഹാർഡാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ ഗൈസ്, മറ്റവ എലിമിനേറ്റ് ആയി. നമ്മൾ ഇനി ഒരുത്തരും കൂടെ ഉള്ളൂ, അവനെ നമുക്ക് ചുമ്മാ എലിമിനേറ്റ് ആക്കി വിടാം. ഗൈസ് ഞാൻ എലിമിനേറ്റ് ആയി പോയി. നമ്മൾ ടീം അവനെ എലിമിനേറ്റ് ആക്കുമെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ക്വാളിഫൈ ആയിട്ടുണ്ട്. നമ്മൾ ടീം അവനെ എലിമിനേറ്റ് ആക്കിയല്ല, അവൻ തന്നെ സ്വയം പോയി ചത്തു. പക്ഷെ അങ്ങനെ നമ്മൾ ഈവൻ്റ് ജയിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, 500 XP കിട്ടി, കുഴപ്പമില്ല, നല്ല ഈവൻ്റ് ആയിരുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് വീണ്ടും എന്താ ബോണസ് കിട്ടി നോക്കാം. ഇത് 200 ഗൈസ്, കുഴപ്പമില്ല. സ്റ്റാമ്പ് കേസ് കളിച്ച് കുറേ ദിവസമായി, അവസാനം കളിക്കാൻ പറ്റുന്നില്ല. നമുക്ക് വീണ്ടും എന്താ ഗിഫ്റ്റ് കിട്ടി നോക്കാം എന്താണെന്ന്. ഹെഡ് ഷോട്ട് അടിക്കാം ഗൈസ് നമുക്ക്. കേസ് നമ്മൾ 120 കോയിനാണ് കിട്ടിയത്. നമുക്ക് റാങ്ക് ഗെയിം തന്നെ കളിക്കാം ഗൈസ്. ടോപ്പ് നോക്കാം. ഇതെന്തുവാ ഗൈസ്, നമുക്ക് ഒരു എബിലിറ്റി എടുക്കണം ഗൈസ്. നമുക്ക് 70 ഉണ്ട്, നമുക്ക് എടുത്താലോ. നമുക്ക് ഏതെങ്കിലും നല്ല എടുക്കണം ഗൈസ്. അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു എബിലിറ്റി എടുക്കണം. ഇത് വേണ്ട. ഗൈസ് ഇതിൽ എയർ എടുക്കണം ഗൈസ്. നമുക്ക് ഇതെടുത്താലോ. ഇത് ഏതെങ്കിലും ഒന്ന് എടുക്കണം ഗൈസ്. നമുക്ക് റെയർ ആയിട്ടുള്ളത് ഏതാ? ഇതെടുത്താലോ. പക്ഷെ ഇതിനല്ല കോയിൻ വേണം ഗൈസ്. എപ്പിക്ക് ഏതാന്ന് നോക്കാം ഗൈസ്. എപ്പിക്ക് ആയിട്ടുള്ളതിനൊക്കെ നല്ല കോയിൻ വേണം. നമുക്കപ്പോൾ റെയർ ആയിട്ടുള്ളതിനെ നോക്കാം. ഗൈസ് നമുക്ക് ഇൻവിസിബിലിറ്റി ഉണ്ട് ഗൈസ്. പക്ഷെ ഇൻവിസിബിലിറ്റി ഇട്ടിട്ട് അത്ര കാര്യമില്ല. എന്തായാലും ചെറിയ മാപ്പല്ലേ ഗൈസ്, നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റിയത് ഇത് നോക്കാം ഗൈസ്. നമുക്ക് അൺലോക്ക് ചെയ്യാം. ഗൈസ് ഞാനത് അൺലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു റൗണ്ട് പോയി നോക്കാം. റാങ്ക് വേണോ? റാങ്ക് തന്നെ മതി ഗൈസ്. ഗൈസ് നമ്മൾ ഫുഡ് സ്റ്റെപ്സ് മാറ്റാൻ മറന്നു. നമ്മൾ വേണ്ട ഫുഡ് സ്റ്റെപ്സ് നേരത്തെ പുതിയത് വാങ്ങിച്ചില്ലായിരുന്നു, അത് ഇടാൻ മറന്നു. സാരമില്ല, നമുക്ക് നോക്കാം. പുതിയ എബിലിറ്റി വാങ്ങിച്ചില്ലേ, അക്കൗണ്ടിലെ ഫസ്റ്റ് എബിലിറ്റിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് മാപ്പാണ് വരുന്നതെന്ന്. എനിക്ക് ഹണി കോമിൻ്റെ മാപ്പാണ്. ഇതേത് മാപ്പ്? പുതിയ അപ്ഡേഷൻ ഉള്ള മാപ്പാണെന്ന്. ബ്ലോക്ക് ഡാഷ് റീമാസ്റ്റേർഡ്. ഓക്കെ ഗൈസ്, അത് ഇതാവട്ടെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ലാസ്റ്റ് 1v1 സിറ്റുവേഷൻ ഞങ്ങൾ വരുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം. പക്ഷെ എനിക്ക് ആ എബിലിറ്റി ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താണെന്ന് അറിയില്ല. നോക്കാം ഗൈസ്.
ഗൈസ് 8 പേര് എലിമിനേറ്റ് ആയി. നമുക്കിത് എടുക്കാൻ പറ്റുന്നുണ്ടോ? ഗൈസ് ഇതെന്ത് ഒടുക്കത്തെ പാടാണല്ലോ. ഗൈസ് ഞാൻ അടുത്ത് ചാടിക്കൊടുത്തു ഗൈസ്. സാരമില്ല, നമുക്ക് നോക്കാം ഗൈസ്. എന്തോ KKP ആണ് ഗൈസ് നമ്മളെ റൗണ്ടിൽ വിന്നർ. 90 XP കാര്യങ്ങളും കിട്ടി. നമുക്കൊരു ഇൻവിറ്റേഷൻ ഇട്ടിട്ടുണ്ടോ ഗൈസ്? നമുക്ക് ആൾക്കാർ റിജക്ട് ചെയ്ത് വിടാം. നമുക്ക് ലെവലപ്പ് ചെയ്താലോ? നമുക്ക് എന്ത് ലെവലപ്പ് ചെയ്യാം ഗൈസ്? ഇൻക്രീസ് മാനേഴ്സ് കറണ്ട് നെക്സ്റ്റ് സോഴ്സ് ഓഫ് നമുക്ക് ഇത് തന്നെ ചെയ്യാം ഗൈസ്. ഇനി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ട. ഞാനൊരു അൺറാങ്ക്ഡ് മാച്ചും കൂടെ സ്റ്റാർട്ടാക്കി കേസ്. ഇതിൽ ഇതാണ് വന്നത്. ഇത് കേസ് ഇത് തന്നെ അറിയാൻ നമുക്ക് സിമ്പിളായി ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കാം കേസ്. നമുക്കിത് നമ്മളെ എബിലിറ്റി ട്രൈ ചെയ്ത് നോക്കാം. കേസ് നമുക്ക് നമ്മളെ എബിലിറ്റി ട്രൈ ചെയ്യാം കേസ്. ഇവിടെ എത്തത്തെ. അയ്യോ ഗൈസ് നമുക്ക് 12 വരെ ക്വാളിഫൈ ആകാൻ പറ്റും ഗൈസ്. അയ്യോ ഗൈസ് ഒരുത്ത തെറിച്ചോണ്ട് പോകുന്നുണ്ട്. നമുക്ക് ഇതവിടെ ഇട്ട് കൊടുക്കാം. 2 പേര് ക്വാളിഫൈ ആയ ഗൈസ്. ഗൈസ് നമുക്ക് ഈ വാട്ടറുള്ള കാലത്ത് അധികം നമ്മൾ എബിലിറ്റി യൂസ് ചെയ്യാൻ നോക്കണ്ട. എന്തായാലും എബിലിറ്റി ആരും വിടുക ഗൈസ്. 12 പേര് ക്വാളിഫൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ബാക്കി എത്രയുണ്ടോ നോക്കാം. ഗൈസിന് 12 പേര് റിമൈനിങ് ഉള്ളൂ. നമുക്ക് ഇനി നല്ലൊരു മാപ്പ് കിട്ടിയാൽ നമുക്ക് ജയിക്കാൻ നോക്കാം പരമാവധി. ഇനി ഇതിന്ന് 4 പേരോ എത്ര പേര് പോകും ഗൈസ്? 6 പേര് പോകുന്നു ഗൈസ്. അയ്യോ ഗൈസ് ഇത് ഒടുക്കത്തെ പാടാണല്ലോ. നോക്കാം ഗൈസ്. നമുക്ക് ആദ്യം തന്നെ എബിലിറ്റി ഇടാൻ പറ്റില്ല ഗൈസ്. അതൊരു ഒടുക്കത്തെ തരമായിപ്പോയി. ഓക്കെ ഗൈസ് ഇത് 6 പേർക്കേ ക്വാളിഫൈ ആകാൻ പറ്റൂ. നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഗൈസ് ഒരുത്ത ക്വാളിഫൈ ആയി. 3 പേര് ക്വാളിഫൈ ആയി ഗൈസ്. 4 പേര് ക്വാളിഫൈ ആയി ഗൈസ്. നമ്മൾ തോറ്റെന്നാണ് തോന്നുന്നത്. ഗൈസ് നമുക്ക് പറ്റില്ല ഗൈസ്. 5 പേര് ക്വാളിഫൈ ആയി. സാരില്ല ഗൈസ്. നമ്മളങ്ങനെ തോറ്റിരിക്കുകയാണ്. ഗൈസ് നമ്മൾ തോറ്റേ. ഗൈസ് അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നമ്മൾ തോറ്റിരിക്കുകയാണ്. എത്ര പോയിന്റ്സ് കിട്ടിയെന്ന് നോക്കാം. ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് 250 XP കാര്യങ്ങളും കിട്ടി. ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ നമ്മളെ സ്റ്റാമ്പ് കേസ് ഒന്നും കൂടെ ഓപ്പൺ ചെയ്തായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് ഗൈസ്. ഇപ്പോൾ നമുക്ക് ഫ്രീ റിവാർഡ്സ് വല്ലതും ഉണ്ടോ നോക്കാം.
പക്ഷെ നമുക്ക് ഫ്രീ സ്പിൻ ഉണ്ട്, നമുക്ക് ഫ്രീ സ്പിൻ ഒന്ന് ചെയ്ത് നോക്കാം ഗൈസ്. എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം ഗൈസ്. ഗൈസ് 10 ജെംസ് ഗൈസ്. അത് എപ്പോഴും കുറച്ച് എങ്ങനെയാണ് ഗൈസ്, ഒരു ലെജൻഡറി സാധനം ഉണ്ടെങ്കിൽ കറക്റ്റ് അതിൻ്റെ അപ്പുറത്തുള്ള എന്തെങ്കിലും ഒരു സാധനം തരും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പുറത്താണ് എന്തെങ്കിലും സാധനം അപ്പുറത്തോട്ട് പോവില്ല ഗൈസ്, കറക്റ്റ് ഒരു എന്തെങ്കിലും ഒരു അരിക്ക സാധനം നമുക്ക് തരും ഗൈസ്. അതിങ്ങനെ അങ്ങനെ തന്നെയാണ്. നമ്മളെ പുതിയ അപ്ഡേഷനിൽ വന്ന കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മളെ പുതിയ അപ്ഡേഷൻ വന്നില്ല ഗൈസ്. നമ്മൾ അപ്ഡേഷൻ്റെ പേര് മറന്നോ എന്തോ ആവട്ടെ ഗൈസ്. നമുക്കൊരു ക്ലബിൽ ജോയിൻ ചെയ്താലോ? ക്ലബിൽ ജോയിൻ ചെയ്യാൻ അങ്ങനെ പറ്റത്തില്ല. നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. നമ്മളങ്ങനെ ഈ ക്ലബിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കേസ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. വെയിറ്റ് ചെയ്യേ കേസ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഇനി സ്റ്റംബിൾ കേസിൻ്റെ വീഡിയോ വളരെ നോക്കാം ഗൈസ്. നമുക്കപ്പോൾ നമ്മളെ സീസൺ ചെയിൻ്റെ ഒരു ദിവസം കൂടെ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും സിൽവർ അടിക്കാൻ പറ്റത്തില്ല. നമുക്കതൊന്ന് ട്രൈ ചെയ്യാം ഗൈസ്. നമ്മൾ ഇന്നത്തെ സ്റ്റംബിൾ കേസിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക ഗൈസ്. എന്നാലും നമുക്ക് 50 സബ്സ്ക്രൈബർ കൂടാൻ പറ്റും. എന്നാലും നമുക്ക് ലൈവും കാര്യങ്ങളൊക്കെ വരാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മൾ 8 ടോക്കണുണ്ട്. നമുക്ക് ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.